ഹലോ, ഹലോ, നമസ്കാരം. നമസ്കാരം. ഫ്രീ ആണോ? അത്ര ഫ്രീ കാണും. അല്ലല്ലോ. ആരായിരുന്നു? ഓക്കെ ഓക്കെ, ഞാൻ പിന്നെ വിളിക്കാം. ഞാനേ ഉം. നിങ്ങള് യൂട്യൂബ് ചാനൽ കണ്ടിരുന്നേ. അപ്പൊ ആ അന്നത്തെ ആ സംവാദം ആ ഇന്നിപ്പം കോഴിക്കോട്ടുള്ള പരിപാടി. അപ്പൊ ഞാൻ അന്ന് പങ്കെടുക്കാൻ പറ്റില്ല. ഞാൻ പിന്നെ യൂട്യൂബിലാ കണ്ടേ. ആ ആ അപ്പൊ അതിനെ കുറിച്ച് കുറച്ച് സംശയങ്ങൾ, ഒന്ന് രണ്ട് സംശയങ്ങൾ വന്നവര് ഒന്ന് ഉം. ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഫ്രീ ഉള്ള സമയത്തല്ലേ. ഓക്കെ, ഞാൻ എന്നാ വൈകുന്നേരോ ചോദിച്ചോളൂ നിങ്ങള്. ഇപ്പൊ അതിന് വേണ്ടി വിളിച്ചാൽ കിട്ടിയില്ലെങ്കിലോ? ആ നല്ല സംശയം ഇതാണ്. ഞാനിപ്പോ ഈ അടിമത്തം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഈ ഇസ്ലാം കൊണ്ടുവന്നതല്ല ഉം. എന്നുള്ളതാണ്. ഞാനിപ്പോ കിതാബ് പഠിച്ചിട്ട് പറയല്ല, ഞാനിപ്പോ എന്റെ ഒരു കാഴ്ചപ്പാട്ട് പറയാണ്. കാരണം അതിപ്പോ പലിശ ഇസ്ലാം കൊണ്ടുവന്നല്ലോ. അല്ല, മദ്യവും ഇസ്ലാം കൊണ്ടുവന്നതല്ല. എന്താ വ്യത്യാസം? അതെ. അപ്പം ഇപ്പം നമ്മൾ ഈ വിവരം കുറഞ്ഞ ആളുകളൊക്കെ ഇപ്പൊ നിങ്ങളുടെ സംസാരത്തിലൂടെ മനസ്സിലാകുന്നത്, ഞാൻ ആദ്യം ഉദ്ദേശിച്ച ഇസ്ലാമിന്റെ ഒരു കാഴ്ചപ്പാടാണ് ഈ അടിമത്തം എന്നുള്ളതാണ്. പിന്നീട് അന്വേഷിച്ചപ്പോ ഞാൻ ഇപ്പം മൂസാ നബിയുടെയും ഈസാ നബിക്കും മുന്നേ ഉള്ള ഒരു സംവിധാനമാണ് ഈ അടിമത്തം എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ഇപ്പൊ അത് മനസ്സിലായുള്ളൂ? അല്ല, ഞാനത് ഇതിൽ നോക്കിയപ്പോ എനിക്കൊരു സംശയത്തിന്റെ പേരിൽ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോഴാണ് എനിക്ക് അത് കണ്ടത്. കാരണം വെച്ചാൽ അന്നേ ഉണ്ട് ഈ അടിമത്തം എന്നുള്ളൊരു സമ്പ്രദായം. ഉണ്ടായി. മുഹമ്മദ് നബി വരുന്നതിന് മുമ്പ് പലിശയും എല്ലാം ഉണ്ട്. അതിന്റെ മുമ്പേ ഉണ്ട്. ഓക്കെ. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് അതാണ്. അപ്പൊ ഞാൻ പറയുന്നത് എന്താ വെച്ചാല്, ഇപ്പൊ ഇതില് ഇപ്പം ഇസ്ലാമിൽ അടിമത്തം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാല് ഇല്ല എന്ന് ആരും നിഷേധിക്കുന്നില്ലല്ലോ. ഉണ്ടായിരുന്നു എന്നല്ലല്ലോ, ഉണ്ട് എന്നല്ലേ വാദം? ഉണ്ട്. ആ, ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇല്ല. ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ അപ്പൊ ഞാൻ ചോദിക്കട്ടെ സാറേ, ഖുറാനിൽ നിങ്ങൾ കണ്ടല്ലോ, ഖുറാനിലൊരു വാക്യം ഉണ്ടല്ലോ, മറ്റേ ഖുറാൻ കൃത്യമായി പറയുന്നുണ്ട്, കറുത്തവന് വെളുത്തവനേക്കാളും അറബിക്ക് അനർബിയേക്കാളും യാതൊരു സ്ഥാനവും ഇല്ല. എവിടെ എവിടെ സ്ഥാനമില്ലെന്നാ? അള്ളാന്റെ അടുക്കല്, അതായത് ദൈവത്തിന്റെ അടുക്കൽ അങ്ങനെ ഒരു അള്ളാന്റെ സ്ഥാനം. അടുക്ക് എത്തണേ മരിച്ചല്ലേ? മരിച്ചാലും ശരി, ഇനിയിപ്പോ ജീവിച്ചാലും അള്ളാന്റെ അടുക്കൽ എത്തൂലേ? മരിച്ചു എന്നല്ലേ അള്ളാന്റെ അള്ളാന്റെ ഒരു അടുക്കലെത്തുള്ളൂ. സംരക്ഷണത്തിൽ തന്നെയാണല്ലോ ഇവിടെയും അവിടെയും നമ്മൾ ഇതൊക്കെ കഴിയുന്നത്. അടിമത്തം ഉണ്ട് ഇല്ല എന്നുള്ളതിന്റെ തെളിവാണത്. നിങ്ങളിൽ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉത്തമൻ പിന്നെ തഖ്വയുള്ളവനാണെന്ന്. അതെ, അടിമയുടെ തഖ്വ എന്താ? തഖ്വയുള്ളവന് മാത്രമേ അവിടെ അടിമയുടെ സ്ഥാനമുള്ളൂ. തഖ്വ എന്താ? കറുത്തവനാണ് അല്ലെങ്കിൽ വെളുത്തവനാണ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കറുത്തവൻ വെളുത്തവനൊക്കെ പോട്ടെ. അടിമയുടെ തഖ്വയുള്ള ഒരു അടിമയാണെങ്കിൽ അയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം എന്താ? തഖ്വയുള്ള അടിമകൾ എന്ന് പറഞ്ഞാൽ, ഞാനപ്പോ അടിമകളെ കാര്യങ്ങൾ പറയാം. അതാ ഞാൻ പറയുന്നത്, അടിമകളുടെ കാര്യം. തഖ്വയുള്ള അടിമ ഒന്നാമത് നിങ്ങൾ അല്ലെങ്കിൽ കറുത്ത പറഞ്ഞതിലൊരു അടിമ, പ്രശ്നം എന്താ വെളുത്ത വെച്ചാല്, അടിമ അല്ല. ഇസ്ലാം നമ്മള് തുടങ്ങിയതല്ല അടിമത്തം എന്ന് പറയുന്നത് ഒരു ബാലിശമായിട്ടുള്ള വാദമാണ്. അള്ളാഹു ലോകത്ത് നിയമം കൊണ്ടുവന്നു എന്ന് പറയുമ്പോ അതിൽ അല്ല, തിന്മകൾ ഈ നിരോധിച്ചു വാക്യം എന്ന് പിന്നെ അവിടെ പറയുമ്പോ വരേണ്ട കാര്യമില്ലല്ലോ. ഞാനതാ ചിന്തിക്കുന്നത്, ഈ വാക്യം പിന്നെ അവിടെ പ്രസക്തി ഇല്ലല്ലോ. ഇപ്പൊ അടിമകളെ പിന്നെയും നമ്മൾ പറയട്ടെ അടിമകളാക്കി കൊണ്ടുനടക്കുകയാണെങ്കിൽ പറയട്ടെ ഇന്നും ആ അടിമകളെ കാണണം. അറേബ്യയിൽ തന്നെ കാണണം. ഇപ്പം പറയട്ടെ അറേബ്യയിൽ ഇപ്പോഴും അടിമത്തുണ്ട്. അത് ലെജിറ്റിമൈസ് ചെയ്യപ്പെട്ടിട്ടില്ല, നാട്ടുകാർ അറിയാൻ പാടില്ല. അണ്ടർഗ്രൗണ്ടിൽ ഇപ്പോഴും സ്ലേവറി നിൽക്കുന്നുണ്ട്. അതിപ്പം എല്ലാ അങ്ങനത്തെ വിദ്യാഭ്യാസ സ്ലേവറി അല്ല, രംഗത്തിലും ആളുകളെ അത് മനുഷ്യരെ വില കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന ആ, സാഹചര്യങ്ങൾ ഇപ്പോഴും ഉണ്ട്. അത് ഓക്കെ. അത് ഞാൻ സമ്മതിക്കാം, വാദത്തിന് വേണ്ടി വേണമെങ്കിൽ സമ്മതിക്കാം. വാദത്തിന് അതുപോലെ വേണ്ടിയല്ല. തന്നെ ഞാനൊരു അത് പറഞ്ഞ പോയിന്റ് കംപ്ലീറ്റ് ചെയ്യട്ടെ. നിങ്ങൾ എന്നോട് പറഞ്ഞ ഒരു കാര്യം വളരെ ബാലിശമാണ്. അതായത് പലിശ നിഷിദ്ധമായി അത് നിരോധിച്ചു. അത് ഇസ്ലാം കൊണ്ടുവന്നതായിട്ടൊന്നല്ല നിരോധിക്കുന്നത്. ആ കാലഘട്ടത്തിൽ ആ നാട്ടിലുണ്ടായിരുന്ന ദുരാചാരങ്ങൾ എന്ന് ഇസ്ലാം വിചാരിക്കുന്ന, അല്ലെങ്കിൽ അള്ളാഹ് നബിയോ വിചാരിക്കുന്ന കാര്യങ്ങളാണ് നിരോധിച്ചത്. അതെ, ദത്ത് മദ്യം നിരോധിച്ചു. അതുപോലെ തന്നെയായിരുന്നു. ദത്ത് അതുപോലെ നിരോധിച്ചു. തന്നെയാണ് അടിമത്തം. പറയട്ടെ അടിമത്തം പിന്നീടാണ് നിരോധിച്ചിരുന്നത്, അല്ലാതെ പറയട്ടെ റസൂൽ ഞാനിത് ജനിച്ച് കംപ്ലീറ്റ് പിറ്റേന്ന് ചെയ്യട്ടെ. ഇസ്ലാം കംപ്ലീറ്റ് ചെയ്യട്ടെ. മൂന്നാം ഓക്കെ. ദത്ത് നിരോധിച്ചു. സ്വന്തം മക്കളല്ലാത്തവരെ മക്കൾ എന്ന് വിളിക്കുന്നത് പോലും, അങ്ങനെ മക്കൾ എന്ന് വിളിക്കുന്നതിൽ തന്നെ അപാകത. വാപ്പാന്റെ പേര് മാറ്റി വിളിക്കാൻ പാടില്ല എന്ന് വരെ പറഞ്ഞു, നിയമം ഉണ്ടാക്കി. ഓക്കെ. അത് സ്ഥാപിക്കാൻ വേണ്ടി മുഹമ്മദ് നബിനെയും കൊണ്ട് വല്ലാത്തൊരു കടുങ്കൈ ചെയ്യിപ്പിച്ചു. ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചു. അതേ സമയത്ത് കള്ള് നിരോധിച്ചു, വ്യഭിചാരം നിരോധിച്ചു. പിന്നെ എന്താണ് വ്യഭിചാരം നിരോധിച്ച തമാശയാണ്, അത് വേറെ ചർച്ചയാവുന്ന വിഷയമാണ്. പലിശ നിരോധിച്ചു. ഇതിനെയൊക്കെ തീവ്രമായിട്ട് അത് തെറ്റാണെന്ന് പറയുകയും അത് നിരോധിക്കുകയും ചെയ്തു. നിങ്ങൾക്ക് അടിമത്തം തെറ്റാണ് എന്ന് കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റും ഖുറാനിൽ കാണിക്കാൻ പറ്റില്ല. എനിക്ക് ഇതന്നെ മതി സഹോദര. ഞാൻ പറഞ്ഞല്ലോ, അള്ളാന്റെ അടുക്കൽ സ്വീകാര്യമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ തക്കുവയുള്ള, അല്ലാതെ കറുത്തവനോ വെളുത്തവനോ സമ്പത്ത് കുറഞ്ഞതോ വേറെ അവിടെ യാതൊരു സ്ഥാനം വേറെ ഇല്ല.
അതിൽ തന്നെ അതുകൊണ്ട് അതുകൊണ്ട് അങ്ങനെയാണല്ലോ ഖുർആന്റെ അതുകൊണ്ട് വാക്യങ്ങൾ. നമ്മൾ അല്ലല്ല, അതുകൊണ്ട് സാമൂഹ്യ വ്യവസ്ഥയിൽ, രാഷ്ട്രീയ പറയട്ടെ ഒരു സെക്കൻഡ്, വ്യവസ്ഥയിൽ പിന്നീട് ഒരു അടിമ വിശദീകരണം എന്ന് നമുക്ക് പറയുന്ന ഒരു വിഭാഗം മനുഷ്യരില്ല എന്ന് വരുവോ? എന്റെ പോട്ടെ, സുഹൃത്തെ, മുഹമ്മദ് നബിക്ക് അടിമകൾ അടിമ എന്ന് സ്ത്രീകൾ ഉണ്ടായിരുന്നു, അത് പോട്ടെ. അടിമകൾ എന്ന് പറയുന്നത് ഉടമ ഉണ്ടാവും. മുഹമ്മദ് നബിക്ക് നുബുവത്തിന് ശേഷം പുതുതായിട്ട് അടിമ സ്ത്രീകൾ വന്നിട്ടുണ്ടോ? ഉണ്ടായിരിക്കാം, ഞാൻ നിഷേധിക്കുന്നില്ല. കാരണം പിന്നെ അതിന് വേറൊരു കാര്യങ്ങളുണ്ട്. കാരണം അതിന്റെ ചരിത്രം അർത്ഥം എന്താ? അടിമത്തം ഒരു തെറ്റായിട്ട് മുഹമ്മദ് നബി കണ്ടിട്ടില്ല എന്നല്ലേ? അതുപോലെ തന്നെയാണ് സുഹൃത്തെ പലിശ, അല്ല അത് മദ്യം. മദ്യം അല്ല, ഞാൻ പറയാം, ഈ മദ്യം കഴിക്കുന്ന സ്വഹാബിമാർ പലരും ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. എന്തിന് പറയുന്നത്? നമുക്ക് ഇസ്ലാമിൽ പല പ്രധാനപ്പെട്ട ബദരീങ്ങളിൽപ്പെട്ട ആളുകളിൽ മദ്യം കഴിക്കുന്നവരുണ്ടായിരുന്നു. ഹംസ കള്ളു കുടിച്ച് മുഹമ്മദ് നബിനെ ചീത്ത വിളിച്ചിട്ടുണ്ട്. അതൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഞാൻ പറയട്ടെ, ഇത് ഒരു ദിവസം കൊണ്ട് ഒരു ദിവസം കൊണ്ടല്ല, അത് നിരോധിച്ചു. ഞാൻ ചോദിക്കുന്നത് അടിമത്തം എന്ന് പറയുന്നത്, നോക്കൂ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? അടിമത്തം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥിതി തെറ്റാണ് എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ? തീർച്ചയായിട്ടും. എന്താ അടിമ എങ്ങനെയാണ് അടിമയാകുന്നത്? ഒരാളെ അടിമയാക്കാൻ പറ്റുന്ന അത് എങ്ങനെയാ? അത് അംഗീകരിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? അങ്ങനെ ഒരു വ്യവസ്ഥിതി തന്നെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമെന്ന ചോദ്യം. എങ്ങനെ അടിമത്തം തെറ്റാണെന്നോ? തെറ്റാണ് എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ? തീർച്ചയായിട്ടും. അതിനെന്താ 100%. അങ്ങനെ ഒരു ബോധ്യം മുഹമ്മദ് നബിക്ക് ഉണ്ടായിരുന്നതായിട്ട് നിങ്ങൾക്ക് വല്ല തെളിവുണ്ടോ? എന്റെ സുഹൃത്തെ, ഇത് ഖുറാനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. പറയൂ, ഖുറാനിൽ അടിമത്തം തെറ്റാണ് എന്ന് പറഞ്ഞതിന്റെ ഒരു വാദം പറയൂ. ഇതിൽ തന്നെ നിങ്ങൾക്ക് എന്താ, നിങ്ങൾ ആലോചിച്ചിട്ട് എന്താ, നിങ്ങൾ ചിന്തിച്ചിട്ട് എന്താണ് ഈ ആയത്തില് എന്ത്? നിങ്ങൾ കറുത്തവനെ വെളുത്തവനേക്കാളോ അറബിക്ക് അനർബിയേക്കാളോ യാതൊരു സ്ഥാനവും ഇല്ല എന്ന് പറഞ്ഞ ഒരു മനുഷ്യനേക്കാളും സ്ഥാനമല്ല. മനുഷ്യന്റെ ഉത്തരവാദിത്വം അവന്റെ സൃഷ്ടാവായ റബ്ബിനാണ് എന്ന് വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ വിശ്വാസത്തിന്റെ പറഞ്ഞുതരാം നിങ്ങള്. അതുകൊണ്ട് അതുകൊണ്ട് മുഹമ്മദ് നബിക്ക് അടിമേനെ ചന്തയിൽ വാങ്ങാതിരിക്കാനോ വിൽക്കാൻ പറ്റൂല എന്നൊന്നും നിയമമല്ലല്ലോ. അടിമ എന്നുള്ള കൺസെപ്റ്റ് തന്നെ അവിടെ ഇല്ല. ഉണ്ട്, അതൊക്കെ നടന്നിട്ടുണ്ട്, അതല്ലേ ഈ പറയണത്. അത് നടന്നിട്ടില്ല. മുഹമ്മദ് നബി ചെയ്തിട്ടുണ്ട്. മുഹമ്മദ് നബി ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ബദരീങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ മുഹമ്മദ് നബി പിൽക്കാലത്ത് ഒന്നാമതേ ഈ അടിമത്തം എന്ന് പറയുന്നത് വിശ്വാസവും ആരാധനയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമല്ല. അതൊരു സാമൂഹ്യ ക്രമമാണ്, ഭൗതികമായ ഒരു വ്യവഹാരവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പറയട്ടെ. പലിശ പോലെയോ അതല്ലെങ്കിൽ പിന്നെ നിങ്ങൾ പറയുന്ന മദ്യപാനം പോലെയൊക്കെ നമ്മളുടെ ഭൗതിക ജീവിതവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു സംഭവമാണ് അടിമത്തം, അല്ലെ? ഈ ഭൗതികമായ ജീവിതവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളിൽ അടിമത്തം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥിതി അവിടെ ഉണ്ടായിരുന്നു. ആ വ്യവസ്ഥിതിയിൽ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ, അല്ലെങ്കിൽ ഒരുപാട് മനുഷ്യർ ചില മനുഷ്യരുടെ കീഴിൽ അടിമകളായി അവരുടെ സമ്പത്തിന്റെ ഭാഗമായി അവർക്ക് പാരമ്പര്യ സ്വത്തായിട്ട് കൈമാറ്റം ചെയ്യാനും വീതം വെക്കാനും ഒക്കെ പറ്റുന്ന തരത്തിലുള്ള സമ്പത്തിന്റെ ഭാഗമായിട്ട് ഒരു വിഭാഗം മനുഷ്യർ അടിമകളായിട്ട് ഉണ്ടായിരുന്നു. ആ വ്യവസ്ഥിതിയെ പൂർണ്ണമായിട്ട് എൻഡോസ് ചെയ്യുന്ന, അതിനെ അംഗീകരിച്ചു കൊടുത്ത ഒരു മതമാണ് ഇസ്ലാം. ആ വ്യവസ്ഥിതി തെറ്റാണെന്നോ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നോ ആ മതത്തിന്റെ എവിടെയും ഒരു നിയമത്തിലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. എന്ന് മാത്രമല്ല, പറയട്ടെ, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. എന്ന് മാത്രമല്ല, മുഹമ്മദ് നബി ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അടിമത്തത്തിന്റെ ഭാഗമാവുകയും അതിന്റെ ഗുണഭോക്താവുകയും ചെയ്തിട്ടുള്ള ആളാണ്. എങ്ങനെയാണ് തെറ്റായ ഒരു കാര്യം മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ സംഭവിച്ചു നിങ്ങൾ പറയാം? അദ്ദേഹത്തിന്റെ പ്രവാചകത്വത്തെ നിഷേധിക്കുന്ന പോയിന്റ് അല്ലേ അത്? ഞാൻ പറയട്ടെ, പറഞ്ഞോളൂ. ഇത് പ്രവാചകൻ, ഞാൻ പറഞ്ഞല്ലോ, ഒരു ദിവസം നുബുവത്ത് കിട്ടി, പിറ്റേ ദിവസം തന്നെ ഇസ്ലാം വന്നു. അതിനുശേഷം മൂന്നാമത്തെ ദിവസം മദ്യവും പലിശയും പിന്നെ വ്യഭിചാരവും എല്ലാം നിർത്തലാക്കണം എന്ന് പറയുകയും ചെയ്ത ആളല്ല. ഇതേ സമൂഹത്തിൽ നിന്നുകൊണ്ടാണ് കാര്യങ്ങൾ സംസ്കരിച്ചെടുക്കുക ചെയ്തത്. അപ്പൊ അന്ന് പഴയ കാലങ്ങളിൽ പലതും സംഭവിച്ചു പോയിട്ടുണ്ടാവും. പല സ്വാതന്ത്ര്യന്മാരും പല തെറ്റുകളും പറഞ്ഞിട്ടുണ്ടല്ലോ. റസൂലിന്റെ അടുത്ത് തന്നെ വന്നിട്ട് ഞാൻ അങ്ങനെ ചെയ്തു പോയിട്ടുണ്ട്, ഞാൻ എന്ത് ചെയ്യണമെന്ന് പല 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 ആളുകളും അവർ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. റസൂലിന് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ ജീവിതത്തില്? റസൂലും സംഭവിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം അതായത് പിൽക്കാലത്ത് തിന്മയായിട്ട് ഹറാമായിട്ട്, പറയട്ടെ ഞാൻ ചോദിക്കട്ടെ, പിൽക്കാലത്ത് ഹറാമായിട്ട് ഇസ്ലാം തിന്മയായിട്ട് കരുതി വരുന്ന ഏതെങ്കിലും ഒരു കാര്യം
മുഹമ്മദ് നബിയുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ അത് നിയമമാക്കുന്നതിന് മുമ്പ് നബി ചെയ്തതായിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഉണ്ടായിരിക്കാം. ഉണ്ടായിരിക്കാം. ഉണ്ടായിരിക്കാം നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ നിങ്ങൾ മുഹമ്മദ് ഉസ്താദിനോട് നബി എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ പറയുന്ന ഈമാന്റെ ആ കാര്യത്തിൽ ഒരു ഉറപ്പ് വരുത്തിക്കളി. അങ്ങനെ ഇല്ല ഈമാനിന്റെ എന്നുള്ളതാണ് ഞാനിപ്പോ ഞാൻ ഇസ്ലാമത പറഞ്ഞ വിശ്വാസം. ഇസ്ലാമിന്റെ വിശ്വാസം അനുസരിച്ച് തിന്മയായ ഒരു കാര്യം പ്രവാചകത്വത്തിന് മുൻപോ ശേഷമോ, ഇസ്ലാമിൽ നിയമമായി വരുന്നതിന് മുൻപോ ശേഷമോ നബി ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മുസ്ലിങ്ങളുടെ വിശ്വാസം. നിങ്ങളത് എന്തുകൊണ്ട് നിഷേധിക്കുന്നു എനിക്കറിയില്ല. ഓക്കെ, ഇപ്പൊ ഞാൻ അത് ഞാൻ മുതലോട് ഞാൻ ഒന്നുകൂടെ ചോദിക്കട്ടെ. അതല്ല ചോദിച്ചോളൂ. നമ്മളെ ഈ വിഷയത്തില് ഞാൻ എന്റെ കാഴ്ചപ്പാട് ഞാൻ നിങ്ങൾ പറഞ്ഞു. പറഞ്ഞത് ഘട്ടം ഘട്ടമായിട്ട് നിരോധിച്ചു എന്നാണ്. നിരോധിച്ചു. ആ അത് ആ അങ്ങനെ ആ തന്നെയാണ് ഘട്ടങ്ങൾ പറഞ്ഞത്. ഏതൊക്കെയാന്ന് പറഞ്ഞുതരൂ. മദ്യം ഘട്ടം ഘട്ടമായിട്ട് ആദ്യം നിരോധിച്ചതിന് ഞാൻ മദ്യം നിങ്ങൾക്ക് ഘട്ടമായി ആയത്ത് പറഞ്ഞുതരാം. നിരോധിച്ചു. മദ്യം ആദ്യം പ്രാർത്ഥനയ്ക്ക് പറ്റില്ല എന്നാ പറഞ്ഞത്. മദ്യം ഘട്ടം ഘട്ടമായിട്ട് നിരോധിച്ചതിന്റെ ആയത്തുകൾ ഞങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ അടിമത്തം നിരോധിക്കട്ടെ പോട്ടെ, ഞാൻ ചോദിക്കണം നിരോധിക്കുന്നതിനെ കുറിച്ചല്ല. ഒരു കാര്യം നിരോധിക്കണമെങ്കിൽ അതൊരു മോശം കാര്യമാണെന്നുള്ള ഒരു ബോധ്യം ഉണ്ടാവണല്ലോ, അപ്പോഴാണല്ലോ നിരോധിക്കുന്നത്. അടിമത്തം തെറ്റാണ്. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന രീതിയിൽ ക്രയവിക്രയാധികാരങ്ങളോടുകൂടി കീഴ്പ്പെടുത്തി കൊടുക്കുന്ന ഒരു ഏർപ്പാട് തെറ്റാണ്. ആ സിസ്റ്റം തിന്മയാണ് എന്ന് അള്ളാഹ് ഒരു സൂചനയെങ്കിലും പറഞ്ഞ് നിങ്ങൾക്ക് ഖുർആനിൽ കാണിക്കാൻ പറ്റുമോ? ഇപ്പൊ ഈ വാക്യം കൊണ്ട് ഞാൻ ഈ പറഞ്ഞ വാക്യം കൊണ്ട് നിങ്ങൾക്ക് എന്താ ആലോചിച്ചിട്ട് എന്താ മനസ്സിലായത്? അത് അള്ളാഹു എന്ന് പറയുന്ന ഒരാളുമായിട്ടുള്ള ദൈവവുമായി ബന്ധപ്പെട്ട വിശ്വാസവും തഖ്വയും ആരാധനയും അതിന്റെ പ്രതിഫലമായി ബന്ധപ്പെട്ട കാര്യമാണ് സുഹൃത്തെ, ഭൗതിക വ്യവഹാരമായിട്ട് ബന്ധപ്പെടുത്തുകയല്ല. അതെങ്ങനെയാണ്? അതൊക്കെ കോമൺ സെൻസ് അല്ല. അതെന്താ? അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും മികച്ച ആള് തഖ്വയുള്ള ആളാന്നാ പറയണേ. അതിന്റെ അർത്ഥം എന്താ? അത് ദൈവവുമായി ബന്ധപ്പെട്ട അടിമയുടെ ഉത്തരവാദിത്വം ഉടമയോടാണ് സുഹൃത്തെ. ഒരു അടിമ തഖ്വയുള്ള ഒരു അടിമയാണെങ്കിൽ അയാളുടെ ഉടമയെ അനുസരിക്കുന്ന ആളായിരിക്കും. തഖ്വയുള്ള ഒരു സ്ത്രീ, നിങ്ങളിൽ കൂട്ടത്തിലെ ഏറ്റവും ഉത്തമരായ സ്ത്രീകൾ നിങ്ങളെ ഭർത്താവിനെ ഏറ്റവും അനുസരിക്കുന്നവരായിരിക്കും. ഖുർആനിലില്ലേ? ആ ഭർത്താവിനെ അനുസരിക്കാത്തൊരു സ്ത്രീ. അപ്പൊ നിങ്ങൾ പറയുന്ന അനുസരിച്ചിട്ട് അള്ളാഹുവിന്റെ അടുക്കൽ ആണും പെണ്ണും കറുപ്പും വെളുപ്പും ഒന്നും വ്യത്യാസമല്ല എന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ ഭാര്യക്കും ഭർത്താവിനൊക്കെ ഒരേ അവകാശമാണ് ഇസ്ലാം അനുസരിച്ച്. ഭാര്യക്ക് ഭാര്യതായ അവകാശങ്ങളുണ്ട്. അതാ പറഞ്ഞ അടിമക്ക് അടിമയുടേതായിട്ടുള്ള അവകാശം ഉത്തരവാദിത്വം ഉണ്ട് ഇസ്ലാമില്. എന്ന് പറഞ്ഞാൽ അടിമത്തം അനുവദിച്ചു എന്നാണ് അർത്ഥം. നിങ്ങൾ പറഞ്ഞ ആയത്തും അതിന്റെ തെളിവാണ്. ഏത് അടിമത്തം തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു ആയത്ത് പറയൂ സുഹൃത്തെ. അതല്ല ഞാൻ പറഞ്ഞേ. ഏത്? ഇതുകൊണ്ട് നിങ്ങൾ അർത്ഥാക്കുന്നത് അതുകൊണ്ട് ഒരു മനുഷ്യന്റെ വിശ്വാസവും ദൈവത്തോടുള്ള ആരാധനയും തഖ്വയും മാത്രമാണ്. ആയുധം കൊണ്ട് കീഴ്പ്പെടുത്താനോ അല്ലെങ്കിൽ ആയുധം കീഴ്പ്പെടുത്തി വെക്കാനോ നമുക്ക് അടിമയാക്കി വെക്കാനോ അല്ലെ അവന്റെ സംരക്ഷണം നമുക്ക് പൂർണ്ണമായും ഉത്തരവാദിത്വം ഏറ്റെടുക്കാനോ കഴിയും. നബി ചെയ്തിട്ടുണ്ട്. മുഹമ്മദ് നബി ചെയ്തിട്ടുണ്ട് സുഹൃത്തെ. പെൺ ശരീരം സമ്മാനം വാങ്ങുമോ ഏതെങ്കിലും മനുഷ്യൻ ആദർശ പ്രബോധനത്തിന്റെ കാലത്ത്? നിങ്ങൾ പറയും, സ്ത്രീ ശരീരം സമ്മാനം വാങ്ങുമോ ഏതെങ്കിലും ആത്മാഭിമാനമുള്ള ഒരു മനുഷ്യൻ? അതൊരു അടിമയാന്നല്ലേ പറയുന്നത്. അടിമ എന്താ സ്ത്രീ ശരീരല്ലേ? അതെ, അത് ഞാൻ പറഞ്ഞ ഈ അടിമ. മുഹമ്മദ് നബി സമ്മാനം വാങ്ങിയിട്ടുണ്ടോ? പലിശയും മദ്യവും ഒക്കെ അങ്ങനെ തന്നെയല്ലേ? അത് ഞാൻ ചോദിക്കുന്ന, മുഹമ്മദ് നബി സ്ത്രീ ശരീരം സമ്മാനം വാങ്ങിയിട്ടുണ്ടോ? എന്തിനാ നമ്മൾ കൂടുതൽ വർത്തമാനം പറയണത്? എന്തിനാ ആ മനുഷ്യനെ വെറുതെ ഏറെ കയറ്റുന്നത്? അതവിടെ കിടന്നോട്ടെ, അതല്ലേ നല്ലത്. ഉള്ളത് തിരുത്തിയിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കും എല്ലാരും. തെറ്റ് സംഭവിച്ചു എന്നാണെങ്കിൽ അതങ്ങോട്ട് പറയുക, ഇതിൽ ചില അപാകതകളുണ്ട്, ഈ നിയമങ്ങളിൽ ചിലത് തിരുത്തേണ്ടതുണ്ട്, പരിഷ്കരിക്കേണ്ടതുണ്ട് എന്ന് പറയുകയും അത് ആർജവത്തോടെ തിരുത്തി മുന്നോട്ട് പോവുകയും ചെയ്യുക. അല്ലാതെ കിടന്നോടത്ത് കിടന്ന് ഉരുണ്ടിട്ട് എന്താ കാര്യം? അടിമത്തം തെറ്റാണ് എന്ന് ഒരിത് ഇല്ലാന്ന് മാത്രമല്ല, അടിമ സ്ത്രീകൾ അന്യന്റെ ഭാര്യയാണെങ്കിൽ അവർ യുദ്ധത്തിൽ പിടിച്ച സ്ത്രീകളാണെങ്കിൽ ഭർത്താക്കന്മാരുണ്ടെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ ഗ്രന്ഥാണ് ഖുർആൻ. അവര് ശാരീരികമായിട്ട് ബന്ധപ്പെടാൻ. നോക്കട്ടെ, ഞാൻ ഹദീസ് എന്ന് പറയുന്നത് നമുക്ക് പലതും ഹദീസ് മുൻകാലങ്ങളിൽ തന്നെ ഹദീസ് അല്ലല്ലോ, നമ്മള് ഹദീസ് നമുക്ക് പോയിട്ടേ ഇല്ല. എന്നാ ഞാൻ നോക്കട്ടെ, ഞാനൊന്ന് പരിശോധിക്കട്ടെ, നല്ലോണം ഒന്ന് നോക്കി. ഇത് മാത്രം നോക്കിയാൽ മതി. ഒരു ആശയ പ്രചാരണത്തിന്റെ ഭാഗമായിട്ട് ആരെങ്കിലും സ്ത്രീ ശരീര സമ്മാനം മേടിക്കോ? അത് എന്തിന്റെ പേരിലായാലും ഏത് കാലഘട്ടത്തിലായാലും അത് മാത്രം ആലോചിച്ചാൽ മതി, സാമാന്യ ബുദ്ധിക്ക് നേരം വെളുക്കാൻ.
എന്തായാലും പക്ഷെ നടക്കട്ടെ, നിങ്ങൾ അന്നത്തെ അന്വേഷിച്ചിട്ട് സമ്പ്രദായം പറയും. വെച്ച് സംഭവിച്ചിരിക്കാം. കാരണം അന്നത്തെ അല്ല, അത് പറഞ്ഞാൽ മതി. അത് പറഞ്ഞ പ്രശ്നം തീർന്നു. ഉണ്ടല്ലോ. അത് പറഞ്ഞ പ്രശ്നം തീർന്നു എന്ന്. ആ കാലഘട്ടത്തിൽ അന്ന് അത് അങ്ങനെ ചെയ്തു ആയിരുന്നു, അത് പറഞ്ഞ ചെയ്തു പ്രശ്നം തീർന്നു. അത് പോയിട്ടുണ്ടെങ്കിൽ പറയൂലല്ലോ. അതെ, അത് അന്ന് അതിന് അങ്ങനെ പകരം ചെയ്തു അതിന് പോയി. പകരം എന്താ പറയണത്? അതിന് പകരം പറയുന്നത് മുഹമ്മദ് നബി 1000 ആളുടെ തല അറുത്താൽ ആ അരിയൽ കാരുണ്യമാണ് എന്ന് പറയുന്നത്. അത് അങ്ങനെ ഒരു ചരിത്ര ഘട്ടത്തിൽ സംഭവിച്ചു പോയി എന്നാണ് പറയേണ്ടത്. അതിന് പകരം അങ്ങനെ അതേമാതിരി എന്താ പറയാ, മുഹമ്മദ് നബി ചെയ്തിട്ടുണ്ടോ എങ്കിൽ അത് നന്മയാണ്, അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? ആ കാലഘട്ടത്തിന്റെ പരിമിതി മുഹമ്മദ് നബിക്ക് ഉണ്ടാവും, സ്വാഭാവികം. അത് നമുക്ക് മനസ്സിലാവും. അപ്പൊ അതാണ് ഈ പ്രശ്നം. അപ്പൊ എന്തായാലും നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി അന്വേഷിച്ചിട്ട് പറയും. ശരി, ഓക്കെ, ഓക്കെ. ശരി.